Solve d square y by dx square minus 6 dy by dx plus 9y equal to e raised to 3x by x square using method of variation of parameters. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇൻ്റഗ്രലാണ്. കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടി ഡി സ്ക്വയർ മൈനസ് 6d പ്ലസ് 9y എന്ന് ഇതിനെ മാറ്റുക. അതായത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഉള്ളിടത്ത് ക്യാപിറ്റൽ ഡി സ്ക്വയർ, 6dy ബൈ ഡി എക്സ് ഉള്ളിടത്ത് 6d. ഇതിൻ്റെ കൂടെ ഡെറിവേറ്റീവ്സ് ഒന്നുമില്ല, അപ്പം 9 മാത്രം എഴുതുക, y ഔട്ട് സൈഡ് എടുക്കുക. ഇതിനെ ഡി തന്നെ എഴുതിയാലും മതി കേട്ടോ. ഓക്സിലറി ഇക്വേഷൻ എഴുതി കഴിഞ്ഞിട്ട് അതിന് കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 2 റൂട്ട് കിട്ടും, 3. ഇത് റിപ്പീറ്റഡ് റൂട്ടാണെങ്കിൽ C1 പ്ലസ് C2x e⁻3x ആയിരിക്കും സൊല്യൂഷൻ. അപ്പോൾ CF കിട്ടി. ഇനി ഇതിൻ്റെ PI കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനെ e⁻3x ഇതിനെ രണ്ടും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് C1ൻ്റെ കൂടെയുള്ളതിനെ y1 എന്ന് എടുക്കുക, C2ൻ്റെ കൂടെയുള്ള e⁻3x y2 എന്ന് എടുക്കുക. ഇനി W1 ഇതിൻ്റെ PI കാണാൻ ഏത് മെത്തേഡ് വെച്ചിട്ടാണ്? മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് W എഴുതാം. W എന്ന് വെച്ചാൽ ഡിറ്റർമിനൻറ്റ് y1 y2 y1 ഡാഷ് y2 ഡാഷ് ആണ്. y1 എന്ന് പറഞ്ഞാൽ e⁻3x, y2 എന്ന് വെച്ചാൽ x e⁻3x ആണ്. y ഡാഷ് എന്ന് പറയുമ്പോൾ e⁻3xൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 3 e⁻3x ആണ്. y2 ഡാഷിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് എക്സും e⁻3x ഉണ്ട്. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യുക. x ഇൻറ്റു e⁻3xൻ്റെ ഡെറിവേറ്റീവ് 3 e⁻3x പ്ലസ് e⁻3xൻ്റെ ഡെറിവേറ്റീവ് 1 ഇത് കിട്ടി. ഇനി ഇതിനെ ഡിറ്റർമിനൻറ്റ് കാണുമ്പോൾ e⁻3xൻ്റെ ഇത് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ഇത് ഇൻറ്റു ഇത് മൈനസ് ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ 3x e⁻6xും മൈനസ് 3x e⁻6xും ക്യാൻസൽ ചെയ്ത് പോയിട്ട് e⁻6x കിട്ടും. e⁻6x നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് yp ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഫോർമുല എഴുതാം. മൈനസ് y1 ഇൻ്റഗ്രൽ y2 r ഓഫ് എക്സ് ബൈ w dx പ്ലസ് y2 ഇൻ്റഗ്രൽ y1 r ഓഫ് എക്സ് w dx. ഇതിൽ y1 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയില്ലേ, C1ൻ്റെ കൂടെയുള്ള കോൺസ്റ്റൻറ്റ്. y2 എന്ന് പറഞ്ഞാൽ C2ൻ്റെ കൂടെയുള്ള കോൺസ്റ്റൻറ്റ്. ഇനി W എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടിയിട്ടുണ്ട് e⁻6x. r ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ റൈറ്റ് സൈഡിലുള്ളത് എന്താണോ അതായിരിക്കും. ഇതെല്ലാം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ എക്സും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ബൈ എക്സ് വരും. e⁻3x ഇൻറ്റു e⁻3x എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ e⁻6x കിട്ടും. അപ്പോൾ ഇതും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ 1xും x² കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ 1/x ഉള്ളൂ. ഇനി ഇവിടെ e⁻3x ഇൻറ്റു e⁻3x e⁻6x ആണ്, ഇതും കൂടി ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി 1/x² ഇവിടെ ഉള്ളൂ. ഇനി ഇവിടെ ഈ മൈനസ് e⁻3x 1/xൻ്റെ ലോഗ് എക്സ് വരും. എക്സ് e⁻3x 1/x² ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x⁻2 ഇത് നെഗറ്റീവ് പവർ അല്ല വരിക, -2 + 1 വരും, ഡിവൈഡഡ് ബൈ -2 + 1. x⁻n ഇൻ്റഗ്രേഷൻ x⁻n+1/n+1 അല്ല, അതേപോലെ ഇത് എഴുതാം. ഇത് x⁻⁻1 ആണ്, അത് താഴേക്ക് വരും. ഇവിടെ -2 + 1 എന്നുള്ളത് മൈനസ് വരും. ഇത് e⁻3x log e⁻3x വന്നു. ഇനി ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CF + PI ആണ്. CF നേരത്തെ കിട്ടിയതും ഈ PI നേരത്തെ കിട്ടിയതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആൻസറായി.